പക്ഷെ ആർട്ടിനോട് എനിക്ക് നല്ല ഇഷ്ടമുള്ളതുകൊണ്ട് ചെറുപ്പകാലത്തൊക്കെ വരക്കുമായിരുന്നു. അപ്പൊ ആരെ കീഴിൽ പഠിക്കും, പോകാൻ സമയമില്ല. സ്കൂളിൽ പോകണം, വരണം, വീട്ടിൽ കുറെ അന്നേരം കുറച്ച് പണിയും കാര്യവും, പിന്നെ ആരോഗ്യപരമായിട്ട് പ്രശ്നമാണ് എനിക്ക് എപ്പോഴും. റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് പേഷ്യന്റ് ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ട്രീറ്റ്മെന്റും ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയിരുന്നു. പിന്നെ ജോയിന്റ് പെയിൻ ആയിട്ട് വരക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്, കയ്യിന്റെ കുറെ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. എന്നാൽ ഇതിനോടുള്ള താല്പര്യത്തിൽ ഞാൻ വെച്ച് പഠിച്ചേ തീരൂ, ഇത് എവിടുന്ന് പഠിക്കും, എങ്ങനെ പഠിക്കും. ഇത്രം വരെ പഠിക്കൽ മാത്രമല്ല, ആദ്യം നമ്മളുടെ മനസ്സാണ് ശരിയാവേണ്ടത്. സത്യം പറഞ്ഞ എന്റെ മനസ്സ് റെഡിയായതും ടെൻഷൻ കുറഞ്ഞതും സാറിന്റെ ക്ലാസ്സിൽ ചേർന്നത്. ആ ടെൻഷൻ ഫ്രീ ആയതാണ് ഏറ്റവും ഒരു സന്തോഷം കിട്ടുന്നത്. നമ്മളെ മാരത്തോൺ, അതൊരു ഭയങ്കര ഒരു പറഞ്ഞാൽ തീരാത്ത അത്രയും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സാർ. അത് അത്രയും ഉപകാരമാണ്. വേറെ എന്ത് ചെയ്തു, മൈൻഡ് ശരിയാക്കി തന്നു. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. ആ പിക്ചർ സെലക്ട് ചെയ്തപ്പോൾ ഞാൻ വെച്ചാൽ, അയ്യോ ഇതെനിക്ക് ആവില്ല എന്ന് വിചാരിച്ചായിരുന്നു. അപ്പൊ മാറ്റരുത് എന്ന് സാർ പറഞ്ഞു. എന്നാ മാറ്റൂല, ഞാൻ ഇതന്നെ വരക്കും എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ട്രൈ ചെയ്ത് അപ്പൊ വരച്ചു കഴിഞ്ഞപ്പോ എനിക്ക് തന്നെ ഒരു ഭയങ്കര സന്തോഷമായി. ഓരോ വീഡിയോ എനിക്കൊരു അത്ഭുതമായിട്ടുള്ളത്. ഇതില് ആരെങ്കിലും മിസ്സായി പോയിട്ട് ചേർന്നിട്ടില്ല, അതൊരു നഷ്ടം തന്നെയാണ്. അത്രയും മനസ്സിലാവുന്നുണ്ട്. നമസ്കാരം. നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് നമ്മുടെ സ്റ്റുഡൻസ് കൂട്ടായ്മയായ ക്രിയേറ്റിവിറ്റി വെൽനസ് സമ്മിൻ്റെ പാർട്ടായി നിന്നുകൊണ്ട് സക്സസ് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിനെ അടുത്തറിയുന്ന പുതിയൊരു യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ശ്രീലത മാം ഉണ്ട്. നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് ഹോൾ ഓഫ് ഫെയിം റിവാർഡ് കരസ്ഥമാക്കിയിട്ടാണ് മാം നമ്മളൊപ്പം ഉള്ളത്. അപ്പോൾ നമുക്ക് പരിചയപ്പെടാം, വിശേഷങ്ങൾ അറിയാം. അപ്പോൾ ആദ്യം തന്നെ കൺഗ്രാജുലേഷൻസ്. മാമിൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോളൂ. ഞാൻ ശ്രീലത നമ്പ്യാർ ഫ്രം കണ്ണൂർ. ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമേ ഇപ്പൊ ഇവിടെയുള്ളൂ. എനിക്കൊരു മോനാണ്, അവൻ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിൽ ജോലിയാണ്. അവനും ഫാമിലി അവിടെയാണ് ഉള്ളത്. ഞങ്ങളുടെ അടുത്ത് മാത്രമേ ഉള്ളൂ. ഹസ്ബൻഡ് റിട്ടയർഡ് HM ആയിട്ട് റിട്ടയർഡ് ചെയ്താണ് സ്കൂളിൽ നിന്ന്. ഞാനും സ്കൂളിൽ വർക്ക് ചെയ്ത കഴിഞ്ഞ മാർച്ചിൽ റിട്ടയർഡായി. ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലായിരുന്നു. ഇപ്പൊ ഞാൻ തൽക്കാലം ഒരു സ്കൂളിൽ അവർ വിളിച്ചിട്ട് വീക്കിലി 4 days പോകുന്നുണ്ട്. ഉച്ചവരെ പോയിട്ട് വരും. അവിടെ ഒരു ക്ലാസ് എടുക്കാൻ പറഞ്ഞിട്ട്. ആർട്ട് ടീച്ചറല്ല, ഞാൻ സബ്ജക്ട് ടീച്ചറാണ്. പക്ഷെ ആർട്ടിനോട് എനിക്ക് നല്ല ഇഷ്ടമുള്ളതുകൊണ്ട് ചെറുപ്പകാലത്തൊക്കെ വരക്കുമായിരുന്നു. പിന്നെ അതായിട്ട് ടച്ച് വിട്ടുപോയി. ഇപ്പൊ ടച്ച് വിട്ട സമയത്ത് പിന്നെ ഞാൻ ചെറുപ്പത്തിൽ വരക്കുമ്പം അച്ഛനും വരക്കുന്ന ആളായിരുന്നു. അപ്പൊ പക്ഷെങ്കിൽ അച്ഛൻ അതിന് പ്രോത്സാഹനം തന്നില്ല. അപ്പൊ അന്നത്തെ കാലമൊക്കെ നമ്മൾ വരക്കുന്നത് എന്തോ മോശം കാര്യമായിട്ടാണ് അവർ ചിന്തിക്കാറ്. അവർ വിചാരം നമ്മൾ പഠിപ്പിൽ ബാക്കോട്ട് പോകും, നമുക്കൊരു നല്ല ജോലി കിട്ടില്ല, അങ്ങനെയാണ് തോന്നാറ്. പക്ഷെ ഇപ്പോഴത്തെ പാരന്റ്സ് എല്ലാം അതിലേക്കാണ് കൂടുതൽ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്നതും. പിന്നെ കാരണം അത് ഒരു നല്ല മീഡിയ ആണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അന്നത്തെ കാലം അത് മനസ്സിലാവാത്തതുകൊണ്ട് പിന്നെ പാരന്റ്സ് സമ്മതിക്കാറില്ല. അവനൊക്കെ ആർട്ട് ടീച്ചർ ആവാൻ നല്ല മോഹമായിരുന്നു, പക്ഷെ ഒന്നും സമ്മതിച്ചില്ല. പിന്നെ ഞാൻ സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചതിന്റെ റെക്കോർഡൊക്കെ നന്നാണ് വരക്കാറുണ്ടായി. മാരേജിന് ശേഷം പിന്നെ നമ്മൾ വേറെ തന്നെ ഒരു ജീവിതമായി. പിന്നെ ആ കാര്യം വിട്ടു, വരക്കാൻ മറന്നേ പോയി. എനിക്കാൻ പറ്റുമോ എന്ന് കൂടി എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പണ്ട് ഞാൻ എൻ്റെ വീടിന്റെ അടുത്തുള്ള അയൽവാസി, ഞാൻ അവന് ട്യൂഷൻ എടുത്തു കൊടുത്ത ഒരു പോലീസുകാരൻ, അവൻ എന്നെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ടാന്ന് പിന്നെ വരക്കാതായിപ്പോയ, പണ്ട് നിങ്ങൾ വരക്കുന്നൊക്കെ കാണാറുണ്ടല്ലോ, നിങ്ങൾ വരക്കും. ആ ഒരു പോലീസാണ് അവൻ. അവന്റെ ഒരു പ്രോത്സാഹനാണ് സത്യത്തിൽ ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത്. അപ്പൊ നോക്കുമ്പോ അവരെ പോലും എനിക്ക് വരക്കാൻ പറ്റുന്നില്ല. അപ്പൊ എനിക്ക് സത്യത്തിൽ വല്ലാത്തൊരു സങ്കടമായി. എനിക്ക് ആവില്ലേ, എനിക്ക് പറ്റുന്നില്ലല്ലോ. അപ്പം ഞാൻ മ്യൂറൽ ചെയ്യുന്ന ഓരോരുത്തർ കണ്ടപ്പോ എനിക്ക് നല്ല ഇഷ്ടം തോന്നി. അപ്പൊ ഇവിടെ അടുത്ത് കണ്ണൂർ തന്നെ ഒരു മാഡത്തിന്റെ അടുത്ത് മ്യൂറൽ പഠിക്കാൻ വേണ്ടി പോയിരുന്നു. പക്ഷെങ്കിൽ അത് അങ്ങനെ കൂടുതൽ സമയമൊന്നും പഠിച്ചിട്ടില്ല. അത് ഫീസ് വന്ന്, അത് ട്രേസിങ് മെത്തേഡ് ആയതുകൊണ്ട് വരക്കലൊന്നുമല്ല, അത് റെഡിയായി വരുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തപ്പോ ഞാൻ തന്നെ ട്രൈ ചെയ്തിട്ട് ചെയ്താലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ ട്രൈ ചെയ്യാൻ തുടങ്ങി. പക്ഷെങ്കിൽ ഇവരെല്ലാം ആർട്ട് പഠിച്ചവരാ. ആ പോലീസുകാരനും ആർട്ട് ടീച്ചറായിട്ട് ആദ്യം ജോലി ചെയ്തിട്ട് പിന്നെ പോലീസിലേക്ക് പോയത്. അപ്പൊ അവരൊക്കെ ആർട്ട് പഠിച്ചതുകൊണ്ട് അവർക്ക് ഇതിനെ പറ്റിയെല്ലാം പറയാനും ഒക്കെ നന്നായിട്ട് അറിയായിരുന്നു. പക്ഷെ എനിക്കിതൊന്നും അറിയില്ലല്ലോ. അപ്പൊ അവരിങ്ങനെ പെർസ്പെക്റ്റീവും അങ്ങനെ ഓരോ കാര്യം, വാനിഷിങ് പോയിന്റ് ഇതൊക്കെ പറയും. ഞാൻ ഇതെല്ലാം എന്താ സംഭവം, എനിക്കിതിനെ പറ്റി ഒന്നും അറിയില്ലല്ലോ. ഒരു ആർട്ടിനെ പറ്റി ഒന്നും അറിയില്ല. വരക്കാൻ അറിയാന്നല്ലാണ്ട് പണ്ട് വരച്ചിട്ടുണ്ടെന്നല്ല, ഒന്നും ഇതിനെപ്പറ്റി അറിയത്തേ ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു അതൊക്കെ പറഞ്ഞാൽ എന്താണ് സംഭവം, ഒന്നും എനിക്കറിയാം. അപ്പൊ എനിക്ക് ഇത് എന്തായാലും ഒന്ന് ഇത് പഠിച്ചെടുക്കണം. അപ്പൊ അവരുടെ കൂടെ ക്യാമ്പിനൊക്കെ വിളിക്കാറുണ്ട്, ഈ കുട്ടി വിളിക്കും. അന്നേരം ഞാൻ അവരുടെ കൂടെ പോകും. അപ്പൊ അങ്ങനെ പോയപ്പം കുറെ ആളിങ്ങനെ എല്ലാവരും മുമ്പൊന്നും വരക്കുമ്പോ എനിക്കത്
എല്ലാവർക്കും ഇത് ആവോ എന്നുള്ളൊരു പേടി. എന്നാലും ഞാൻ ട്രൈ ചെയ്യലുണ്ട്. കുറച്ചൊക്കെ ചെയ്തു അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് പഠിച്ചേ തീരും. അപ്പൊ ആരെ കീഴിൽ പഠിക്കും? പോകാൻ സമയമില്ല, സ്കൂളിൽ പോകണം, വരണം, വീട്ടിൽ കുറെ അന്നേരം കുറച്ച് പണിയും കാര്യവും, പിന്നെ ആരോഗ്യപരമായിട്ട് പ്രശ്നമാണ് എനിക്ക് എപ്പോഴും. റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് പേഷ്യന്റ് ആയതുകൊണ്ട് ഇടക്കിടക്ക് ട്രീറ്റ്മെന്റും ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയിരുന്നു. പിന്നെ ജോയിന്റ് പെയിൻ ആയിട്ട് വരക്കാലിന് കുറച്ച് ബുദ്ധിമുട്ടാണ്, കൈയിന്റെ കുറെ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. എന്നാൽ ഇതിനുള്ള താല്പര്യത്തിൽ ഞാൻ വിചാരിച്ചു പഠിച്ചേ തീരൂ, ഇത് എവിടുന്ന് പഠിക്കും, എങ്ങനെ പഠിക്കും. അങ്ങനെയാണ് സാറിന്റെ ഞാൻ FB-യിൽ കണ്ടത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് ചേർന്ന് നോക്കിയാലോ, ഉപകാരം ഉണ്ടാവുമെന്നൊന്നും അറിയില്ല, എന്നാലും നോക്കാം, ഓൺലൈനല്ലേ, പോയിട്ടൊന്നും പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ചേർന്നിട്ട് ഓരോന്നിനും കാണാൻ അത് കുറച്ച് ബുദ്ധിമുട്ട് പോലെ ആദ്യം തോന്നി. എന്തൊക്കെയോ വേറെ അന്ന് ആപ്പ് അല്ലായിരുന്നു, കഴിഞ്ഞതിന്റെ മുമ്പത്തെ 2023 സെപ്റ്റംബറിലാണ് ചേർന്നത്. അപ്പൊ അതൊക്കെ ചെയ്യുന്നത് അപ്പൊ എനിക്ക് അത് താല്പര്യം തോന്നി. അന്ന് ഇതും പഠിക്കാലോ നമുക്ക്, വീട്ടിലിരിക്കുകയാണെങ്കിൽ ഇതിനോടും മനസ്സിലാക്കാൻ പറ്റുമല്ലോ എന്ന് വെച്ചാൽ അതിൽ ചേർന്നു. അത് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. അപ്പൊ ഇത് നല്ലൊരു കാര്യമാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ട്രൈ ചെയ്യാൻ തുടങ്ങി. അപ്പൊ അതിന്റെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി തരുന്നത്. അത് മാത്രമല്ല, ഏറ്റവും എനിക്ക് ഭയങ്കര തോന്നിയത്, ശരിക്കും ഞങ്ങൾ രണ്ടാളും മാത്രം വീട്ടിലിരിക്കുമ്പോൾ ഒരു ഗ്ലൂമി മൂഡായ ഉണ്ടാവുന്നത്. ശരിക്കും പറഞ്ഞ ഒരു മൂഡ് ഓഫ് പോലെ ഇരിക്കുമ്പോൾ സാറിന്റെ ഓരോ കാര്യം എനിക്ക് മനസ്സിലായത്, ഇത്രം വരെ പഠിക്കൽ മാത്രമല്ല, ആദ്യം നമ്മളുടെ മനസ്സാണ് ശരിയാവേണ്ടത്. അപ്പൊ എനിക്ക് മനസ്സിനൊരു എന്താ പറയണ്ടേ ശക്തിയും ഒരു മനസ്സ് ഒരു കൂളായിരുന്നു. ടെൻഷൻ കുറച്ച് മാറി തുടങ്ങിയിരുന്നു. കുറച്ച് ടെൻഷന്റെ ആളാണ്, പക്ഷെ പുറമെ ആർക്കും കണ്ടാൽ മനസ്സിലാവില്ല, ഞാൻ ടെൻഷനായിട്ടൊന്നും നടക്കാറില്ല. അപ്പൊ അവർക്ക് തന്നെ അതിശയം, നിങ്ങൾ എന്തിനും ബോൾഡായിട്ട് നടക്കും. പക്ഷെ ആ ബോൾഡ് പോലെ കാണിക്കുന്നുള്ളൂ, എപ്പോഴും ടെൻഷൻ അവർക്ക് ഉണ്ടാവില്ല. കാരണം ആകെ ഒരു മോനെ ഉള്ളൂ, അവൻ കൂടെ ഇല്ലാത്തൊരു വിഷമമാണല്ലോ എന്തായാലും. അപ്പൊ എപ്പോഴും ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുമ്പോ ഞാൻ ഈ ചിത്രം വരയിൽ തന്നെ തീർച്ചയായിട്ടും പോകണം, എന്നാൽ എൻ്റെ മനസ്സ് ശരിയാവുന്നു. അപ്പൊ വെറും ചിത്രം വരെ മാത്രമല്ല, മനസ്സിനും കൂടി ഒരു സുഖം തരുന്നു, ഒരു കൂളാകുന്നു. അത്രയും നല്ലൊരു ക്ലാസ് ആണ് സാറിൻ്റെ. സത്യം പറഞ്ഞ എൻ്റെ മനസ്സ് റെഡിയായതും ടെൻഷൻ കുറഞ്ഞതും സാറിന്റെ ക്ലാസ് ചേർന്നത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാണ്ട് A to Z തുടങ്ങി, കുറച്ച് കാണും, വീണ്ടും അത് പോകും, വീണ്ടും അതെല്ലാം മറന്നു. പിന്നെ കുറച്ചൊരു മരുന്നൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഓർമ്മക്കുറവ് കുറച്ചുണ്ടാവും, ഓരോ പേരും കാര്യങ്ങളും മറന്നു പോകുന്നു. എങ്കിലും ഞാനത് വീണ്ടും വീണ്ടും ഇടയ്ക്ക് കാണുന്നുണ്ട്. പിന്നെ എനിക്ക് ഫാബ്രിക് പെയിന്റ് ഇഷ്ടമാണ്, സാരിയിൽ അത് ചെയ്തു നോക്കി, അതൊക്കെ ചെയ്യുന്നു. അപ്പൊ അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സാറിന്റെ. അപ്പം അത് ഞാൻ നോക്കി. പിന്നെ എനിക്ക് ആവശ്യമുള്ള മാത്രം കുറച്ച് കുറച്ച് ഓരോ സ്ഥലത്താണ് നോക്കിയത്, കൃത്യമായിട്ടുള്ള വെയിൽ പോയിട്ടില്ല. പോകാൻ പറ്റാത്തത് ഇടയ്ക്കിടയ്ക്ക് ഈ അസുഖം എന്നെ ബാധിക്കുന്നുണ്ടല്ലോ, നമ്മളെ മാരത്തോൺ. അതൊരു ഭയങ്കര ഒരു പറഞ്ഞാൽ തീരാത്ത അത്രയും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സാർ. അത് അത്രയും ഉപകാരമാണ്. ആ ഒരു മാരത്തോണിൽ ചേർന്നപ്പോ ഞാൻ വിചാരിച്ചത്, അന്ന് എൻ്റെ മോനും ഫാമിലി വന്ന തിരക്കും സന്തോഷവും എല്ലായിരുന്നു. ദിവസം രാവിലെ പോകും, ഞങ്ങൾ രാത്രി ഇവിടെ എത്തുക 10 മണിയാണെങ്കിൽ 10 മണി, ഞാൻ ഇത് കഴിഞ്ഞിട്ടേ ഉറങ്ങി എന്ന് വെച്ചാൽ ഒരു എത്ര ചെറിയ ചിത്രമാണ് ചെറിയ, ഞാൻ ഇത് കംപ്ലീറ്റ്, എനിക്ക് നിർബന്ധം പോലെ സുഖമില്ലാത്തതുകൊണ്ട് പറയും ഇവരുള്ള കിടന്നോ എന്നൊക്കെ പറഞ്ഞാലും ഞാൻ നോക്കാണ്ട് കഴിഞ്ഞിട്ടേ ഞാൻ കിടക്കുള്ളൂ. അപ്പൊ ഏതായാലും ചേർന്ന് പോയല്ലോ എന്ന് വിചാരിച്ചാൽ ഞാനിത് ഒരു ദിവസം വരെ ഡിലേ ആക്കാണ്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത്. അപ്പൊ ഞാൻ പ്രതീക്ഷിക്കാതെ ഇത്രയും ഭംഗിയിൽ ഇത് വരക്കാൻ പറ്റുന്നത് എനിക്ക്, ഞാൻ പെൻസിൽ ഡ്രോയിങ് ചെയ്യില്ല, ആക്രിലിക് ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് ഇങ്ങനെ ഇതിൽ ചെയ്യാൻ പറ്റുന്നത് സത്യത്തിൽ സാറിന്റെ ഒരു സഹായം തന്നെയാണ്. ആ ഒരു മൈൻഡ്, സത്യത്തിൽ ഇന്ന പിക്ചർ വരച്ചോ ഇന്നത് ചെയ്തോ ഒന്നൊന്നും സാറ് പറഞ്ഞിട്ടല്ലോ, നമ്മൾ സെലക്ട് ചെയ്യുന്ന പിക്ചറാണ്. പക്ഷെ സാർ എന്ത് ചെയ്തു, മൈൻഡ് ശരിയാക്കി തന്നു, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. ആ പിക്ചർ സെലക്ട് ചെയ്തപ്പോൾ ഞാൻ വെച്ചാൽ, അയ്യോ ഇതെനിക്ക് ആവില്ല എന്ന് വിചാരിച്ചായിരുന്നു, അപ്പൊ മാറ്റരുത് എന്ന് സാറ് പറഞ്ഞു. എന്നാ മാറ്റൂല, ഞാൻ ഇതന്നെ വരക്കും എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ട്രൈ ചെയ്ത് അപ്പൊ വരച്ചു കഴിഞ്ഞപ്പോ എനിക്ക് തന്നെ ഒരു ഭയങ്കര സന്തോഷമായി. കാരണം പെൻസിൽ ഡ്രോയിങ് ഇത്ര ഭംഗിയിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ മറ്റേ ചാർക്കോളൊന്നും എനിക്ക് എന്താണെന്ന് അറിയില്ലായിരുന്നല്ലോ, അത് ഉപയോഗിച്ചിട്ടില്ല. സാധാരണ ഗ്രാഫൈറ്റ് 10B വരെയുള്ള പെൻസിൽ ഉപയോഗിച്ച് ചെയ്യിക്കൂ. അങ്ങനെ അതും പറയുമ്പോ ഞാൻ വരക്കാറുണ്ടെങ്കിലും 10B 8B ഇതൊക്കെ പറയാറുണ്ട് ഇവരൊക്കെ. അപ്പൊ അതെന്താ സംഭവം, അതും കേട്ടിട്ടുണ്ട്, എന്താന്ന് എനിക്കറിയില്ല. അപ്പൊ കുറച്ച് ആ കുട്ടിയാണ് പറഞ്ഞു തന്നത് എനിക്ക്, ആ ബൈജു തന്നെ ഒരു പോലീസുകാർ. അപ്പൊ അവനാണ് കുറെ കാര്യങ്ങൾ എന്നെ സഹായിക്കലും പറഞ്ഞു തരുമൊക്കെ ചെയ്ത്. അവന് മറ്റേ മെറ്റീരിയൽ വാങ്ങാൻ പോകുമ്പോൾ നിങ്ങൾ അവിടെ എത്തിക്കോല്ലേ തേച്ചി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളവിടെ പോയി അവനെല്ലാം സെലക്ട് ചെയ്ത് പേപ്പറും അത് GSM ഇങ്ങനെ അതൊന്നും എനിക്കറിയില്ല, വരക്കാൻ അറിയാന്നല്ലേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ ഏകദേശം സാറിന്റെ ഈ ക്ലാസ്സിൽ ഓരോന്ന് കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും ആർട്ട് സ്കൂളിൽ പോയിട്ട്
അവർ പോയാലും ഇങ്ങനെ പഠിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത്രക്കും ഓരോ വീഡിയോ എനിക്കൊരു അത്ഭുതമായിട്ടാ ഉള്ളത്. ഇതില് ആരെങ്കിലും മിസ്സായി പോയിട്ട് ചേർന്നിട്ടില്ല, അതൊരു നഷ്ടം തന്നെയാണ്. അത്രയും മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്റെ ഒരു കുഴപ്പമുണ്ട്, ഞാൻ ദിവസം ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പൊ മാരത്തോൺ വന്നപ്പോ ഞാൻ വിചാരിച്ചു വിടാൻ പാടില്ല. പിന്നെ സാറിന്റെ ഇപ്പോഴത്തെ ഇതിന് ഇൻസ്പയർ, അതിന് ഞാൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ കൊച്ചിയിൽ. അപ്പൊ അവിടെ അതും കൂടി വന്നപ്പോ എല്ലാ ഫ്രണ്ട്സിനെയും കണ്ടപ്പോ അത്രയും അവിടെ ആ ഒരു സെലിബ്രേഷൻ അതെനിക്ക് ഭയങ്കര ഒരു മനസ്സിനൊരു വല്ലാത്തൊരു സന്തോഷം തോന്നി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ഞാൻ നിർത്തില്ല. അന്ന് മുതൽ സാറ് പറഞ്ഞുകൊണ്ട് അന്ന് മുതൽ എല്ലാം മൈൻഡ് സെറ്റായി, ടൈം ടേബിൾ ശരിയാക്കി. ടൈം ടേബിൾ പ്രകാരം ജീവിതമേ ടൈം ടേബിൾ വേണം എന്നുള്ളത് സാറ് പറഞ്ഞു തന്നു. അപ്പൊ ഇതും കൂടി ആയപ്പോ ആർട്ടിലും അത് വേണമെന്ന് മനസ്സിലായി. കൃത്യമായിട്ട് അതിനൊരു ടൈം കണ്ടെത്തി ഞാൻ ചെയ്യുന്നുണ്ട്. അഥവാ പുറത്തൊക്കെ പോയി സമയം കിട്ടിയില്ലെങ്കിൽ ഞാൻ രാത്രിയെങ്കിലും അതിൽ ഒരു ചെറിയൊരു പിക്ചർ, അതിൽ ഒന്ന് സാർ പറഞ്ഞ പോലെ വെറുതെ ഒരു സർക്കിൾ എങ്കിലും ചെയ്തിട്ടേ കിടക്കും. അപ്പം അത് മാത്രമല്ല സാർ, പിന്നെ എനിക്ക് എന്റെ ചില പിക്ചറും മ്യൂറലും മറ്റു പിക്ചറെല്ലാം കണ്ടപ്പോൾ ഞാൻ കുറച്ച് വരക്കാൻ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടില്ല. അപ്പൊ എന്റെ ആ കഴിവ് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നതായിരുന്നു. അപ്പൊ പല ചിത്രങ്ങളും ഞാൻ ഇത് സ്റ്റാറ്റസ് ഇടുമ്പോൾ എന്റെ പാരന്റ്സ് കുറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ ആ ടീച്ചറെല്ലാം അറിയാം. എന്നിട്ടും അവര് പറഞ്ഞു, ടീച്ചറെ എന്റെ മക്കളെ പഠിപ്പിക്കോ, ഓൺലൈനിൽ പഠിപ്പിക്കോ, അങ്ങനെ ചോദിച്ചോളൂ. ഞാൻ പഠിപ്പിക്കാൻ ആയിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു പെൻഷൻ ആയാൽ ഇനി എന്ത്, വീട്ടിലിരുന്നാൽ ഞങ്ങൾക്ക് ആകെ ഒരു പ്രശ്നമാവും, എനിക്ക് മൂഡ് ഓഫ് ആവും. എന്റെ ഹസ്ബൻഡും ഞാൻ മാത്രം, ഹസ്ബൻഡ് നല്ല സ്നേഹം തന്നെയാണ്, എനിക്ക് ഭയങ്കര സപ്പോർട്ടീവാണ്, സൈലന്റ് ആയിട്ടുള്ള സപ്പോർട്ടീവാണ്. അല്ലാണ്ട് എനിക്കിതൊന്നും പറ്റില്ലല്ലോ, നീങ്ങില്ലല്ലോ. പക്ഷെങ്കിൽ സംസാരിക്കാത്തതുകൊണ്ട് നമ്മൾ അത്ര ഒരു എൻജോയ്മെന്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ. സംസാരിക്കലൊരു പ്രധാനമാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് സമയം പോകാത്തതായിട്ട് ഞാൻ വിചാരിച്ചു ഇതിൽ തന്നെ ഞാൻ മുഴുകിയിരുന്നാൽ എനിക്ക് നല്ലൊരു മനസ്സിന് സുഖം. നമ്മൾ അറിയുന്നില്ല, വിശപ്പറിയില്ല, ദാഹം അറിയില്ല, ഭക്ഷണം ഉണ്ടാക്കണമെന്നോ ഭക്ഷണം കഴിക്കാൻ അതൊന്നും മറന്നു പോകും. അത്രയും ഇതിൽ ഇരുന്ന് പോയാൽ ഇരിക്കൽ തന്നെ കുറെ സമയം ഇരുന്നു പോകും. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് നല്ലൊരു കാര്യം, ഇതിലേക്ക് തന്നെ പോകണം. അപ്പൊ ഞാൻ ഇനി പെൻഷൻ ആവുമല്ലോ എന്താന്ന് വിചാരിച്ചു നോക്കുമ്പോ എന്റെ മോള് നല്ല സപ്പോർട്ടീവ് ആണ്, മകന്റെ ഭാര്യ. അവള് പറഞ്ഞു, അമ്മ എന്തായാലും ആർട്ട് പഠിപ്പിക്കുക, നമുക്ക് നല്ല കഴിവുണ്ടല്ലോ, അമ്മ ചെയ്യും. സാറിന്റെ ക്ലാസ്സിൽ ചേരാൻ മെയിൻ ആയിട്ട് അതും കൂടി എനിക്ക് ഉപകാരമായി. കാരണം പഠിപ്പിക്കേണ്ട രീതി എന്താ, എങ്ങനെയാ എന്നൊക്കെ മനസ്സിലായത് സാറിന്റെ ക്ലാസ്. ആദ്യം തന്നെ സാറ് പറഞ്ഞ പോലെ ലൈൻസ്, സർക്കിൾ, ഇതന്നെയാണ് ഞാൻ പഠിപ്പിച്ചത്. ABCD പോലെ ഞാൻ എത്ര വലുതായാലും എത്ര ചെറുതായാലും അതന്നെയാ വേണ്ട, ഞാനും ഇന്ന് അതാ ചെയ്യുന്നത് എന്നൊക്കെ അവരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഞാൻ ആ രീതി പ്രകാരമാണ് അവരെ പഠിപ്പിച്ചത്. അതൊരു നല്ല സാറ് പറയുന്നുണ്ടല്ലോ പ്രദീപ് സാറിന്റെ കാര്യമില്ല, അതുപോലെ സാറാണ് നമ്മുടെ പ്രദീപ് സാർ, എന്റെ പ്രദീപ് സാർ. അപ്പൊ ആ നിലയിൽ ഞാനത് കൃത്യമായിട്ട് എനിക്കത് മനസ്സിലായി, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ അത് പ്രകാരം ഞാൻ കുട്ടികളെ അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കുട്ടികൾക്ക് അത് ഇഷ്ടമാണ്. അപ്പൊ ഈ 7th 8th വരെയുള്ള കുട്ടികളെ ഇപ്പൊ ഉള്ളൂ. ഇപ്പം ഞാൻ ഏപ്രിലാണ് തുടങ്ങിയത്. അതിന്റെ സാറിനെ അറിയിക്കണമെന്നുണ്ട്. പക്ഷെ ഞാനിത് സൈലന്റ് ആയിട്ട് കേൾക്കാറായിരുന്നു കൂടുതൽ. ചേർന്ന് അന്ന് സാറായിട്ട് സംസാരിച്ചിരുന്നു ഞാൻ. എന്നുവെച്ചാൽ ഞാൻ ഇത് കണ്ടപ്പം എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു. മനസ്സിനൊരു കൂളായല്ലോ, മൈൻഡ് സെറ്റിന്റെ പ്രധാന ഇതുണ്ടല്ലോ. അപ്പൊ ഞാനും വിചാരിച്ചു ഇതെന്തിനാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഡ്രോയിങ് അല്ലേ വേണ്ടേ, അതിലേക്ക് ഞാൻ ഇങ്ങനെ നീങ്ങി എന്നിട്ട് അപ്പൊ ഇത് കേൾക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഇത് നല്ല കാര്യമാണല്ലോ, ഇത് കഴിഞ്ഞിട്ട് തന്നെയാ ഡ്രോയിങ് വേണ്ടേ. അപ്പം വരക്കലല്ല നോക്കേണ്ടത്, ഇതന്നെയാ വേണ്ടതെന്ന്. അത് ചിലർക്ക് മനസ്സിലായെന്ന് വരില്ല. ചേർന്നവർ വിചാരിക്കും ഇത് വെറുതെ ഇയാൾ ഇങ്ങനെ പറഞ്ഞു നടക്കും, നമുക്ക് വരക്കാനല്ലേ പഠിപ്പിക്കേണ്ടതെന്ന് തോന്നാൻ സാധ്യതയുണ്ട് സർ. പക്ഷെ ഇതാണ് വേണ്ടതെന്നുള്ളത് വീഡിയോ കണ്ടാൽ മാത്രമേ മനസ്സിലാവും. ക്ഷമയോടെ ഇരുന്നിട്ട് ഇത് ഫുള്ള് കാണണമെന്നാണ് എന്റെ അപേക്ഷ. മറ്റുള്ളവർ അത് മനസ്സിലാക്കണം. അല്ലാതെ ചിത്രം വരാന്ന് പറഞ്ഞാൽ വേഗം ചിത്രം വരയിലോട്ട് പോകാൻ പാടില്ല. കുറച്ച് കാര്യങ്ങൾ പേരുകളെല്ലാം ഞാൻ മറന്നു പോകുന്നുണ്ടെങ്കിൽ കുറെ കാര്യങ്ങൾ എനിക്കതിൽ വളരെ വളരെ ഉപകാരം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എനിക്കത് നല്ല മനസ്സിന് നല്ല സന്തോഷവും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എനിക്ക് ചേർന്നിട്ടില്ല ഒരു തീരാ നഷ്ടമാണ്. ഇപ്പൊ മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് അതിനെപ്പറ്റി പറയാനും ആക്കാനുള്ള ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം എന്റെ മക്കളെ പഠിപ്പിക്കുമ്പോൾ അപ്പൊ അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളൊരു സന്തോഷം ഇതൊക്കെ കിട്ടിയ സാറിന്റെ ഈ ക്ലാസ്സിൽ നിന്ന്. അപ്പം ഇപ്പൊ വെക്കേഷൻ സമയത്ത് ഒരുപാട് കുട്ടികളുണ്ട്. അപ്പം തുറന്നപ്പോ അവരെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് കുട്ടികൾ കുറഞ്ഞു. എന്നാൽ അന്നേരം ഞാനൊരു റെന്റിലായിരുന്നു നിന്നത്. ഞാൻ എന്റെ മോളോടും പറഞ്ഞു, ഇപ്പം പുതിയ സ്കൂളും പോകുന്നുണ്ടല്ലോ, സമയം പോകാൻ അതെല്ലാം മതി, പിന്നെ ഞാൻ ഉള്ള സമയം ഞാൻ വരച്ച് പഠിച്ചോളൂ, ഞാൻ പഠിപ്പിക്കാൻ പോകുന്നില്ല. അപ്പം മോളിങ്ങനെ പറഞ്ഞു, അത് വേണ്ട, അമ്മക്ക് പിന്നെ ബോറടി ആയിരിക്കും, അമ്മ പോയിക്കും. അവളൊരേ നിർബന്ധം. അപ്പൊ പേരൻസ് വിട്ടില്ല. 3-4 പേരൻസ് അവരെ വീട്ടിൽ സൗകര്യമാക്കി തരാന്ന് പറഞ്ഞു. പിന്നെ എന്റെ വീട്ടിലേക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ബസ് ഇറങ്ങിയിട്ട് കുറച്ച് ഇങ്ങോട്ട് വരേണ്ടതുകൊണ്ട് എന്റെ വീട്ടിൽ നടത്താനും പറ്റില്ല. അപ്പൊ അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഞാൻ അപ്പൊ അതിലൊരു പാരന്റ് എഫേർട്ട് എടുത്തിട്ട് അവരെ വീട്ടിന്റെ അടുത്തുള്ള ഒരു വായനശാലയിൽ എനിക്ക് ആ സൗകര്യം ആക്കി തന്നു.
ഉം. അപ്പൊ അതുകൊണ്ട് എനിക്ക് റെന്റ് കുറവാണ്. റെന്റ് കുറവാന്നല്ല, റെന്റ് കൊടുക്കണം എന്നില്ല. പക്ഷെ അവർക്കൊരു എക്സ്പെൻസ് എന്തെങ്കിലും വേണ്ടി വരുമല്ലോ, കറണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, ഫാന്, അപ്പൊ മോശമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനൊരു 1000 rupees തരാം. അപ്പൊ അവര് ഭയങ്കര ഹാപ്പി. അത്രയൊന്നും വേണ്ടാന്ന് അവര് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാരില്ല, അത് ഞാൻ തരും. അപ്പൊ ഇപ്പൊ ഒരു 13-14 കുട്ടികളാണ് ഉള്ളത്. അത് പിന്നെ ചില മാസം ലീവും കാര്യമാകുമ്പോ എല്ലാ പൈസയും കിട്ടില്ലല്ലോ. 2-3 കുട്ടികൾ ലീവ് ആകുമ്പോ ഒരു 10 കുട്ടികൾ വെച്ചിട്ടുള്ള പൈസ എന്തായാലും കിട്ടുമല്ലോ. അപ്പൊ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് സർ. അപ്പൊ അവരെല്ലാം ഒരു സഹകരണം, സാറിന്റെ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഇറങ്ങിയത് സത്യത്തിൽ. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് ഈ കാര്യം പറയാൻ. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം മാം ഇപ്പോൾ പറഞ്ഞല്ലോ, ചെറുപ്പത്തിൽ ആർട്ട് പഠിക്കണം എന്നായിരുന്നു ആഗ്രഹം. ആ ഒരു രീതിയിൽ ആർട്ട് പഠിക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് ഇവരെ സ്വന്തമായിട്ട് ഒരുപാട് സ്റ്റുഡൻസിനെ ആർട്ട് പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി കിട്ടി. കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എനിക്ക് ചോദിക്കാനുള്ള കാര്യം, നമ്മുടെ CWC ഇൻസ്പയർ ഒക്കെ ഇവന്റ് ഒക്കെ കഴിഞ്ഞ സമയത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതെ, അടുത്തൊരു വർഷത്തേക്ക് ആർട്ടിൽ മാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗോൾസ് അല്ലെങ്കിൽ പ്ലാൻസ് ഒന്ന് പറയാമോ? അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഗോള് കാര്യങ്ങൾ. ഞാൻ ഗോളെന്ന് വിചാരിക്കുന്നത്, ഞാൻ ക്യാമ്പിന് പോയ സമയത്ത് ക്യാമ്പിന്റെ ആൾക്കാർ മാത്രമായിട്ട് ഒരു എക്സിബിഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ 2-3 എന്റെ പിക്ചേഴ്സ് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എന്റെ ഗോള് എനിക്ക് സോളോ എക്സിബിഷൻ ചെയ്യണം. അതിനു വേണ്ടി ഞാൻ വരക്കണം എന്നുള്ള നിലയിലാണ്. എല്ലാ മീഡിയം വേണം. അതിന് എനിക്ക് വാട്ടർ കളറ്, ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ വാട്ടർ കളറിന് അത്ര പോരാ. ഞാൻ അതെന്തായാലും ഒരു ആക്രിലിക് മോഡൽ ആയി പോകുന്നു. എന്റെ വാട്ടർ കളർ കുറച്ച് ഒപ്പേക്ക് പോലെ, കുറച്ച് കൂടുതൽ. അവരെല്ലാം പറയുന്നത് നിങ്ങൾ വെള്ളം കുറക്കുന്നോണ്ടാന്നാ പറയുന്നത്. അതെനിക്ക് അത്ര ഒരു ഭംഗിയിൽ ഞാൻ വിചാരിച്ച പോലെ ആയി വരുന്നില്ല, വാട്ടർ കളർ മാത്രം. അതാണ് എനിക്കൊരു പ്രയാസമായി തോന്നുന്നത്. ബാക്കിയെല്ലാം കുഴപ്പമില്ല. ഇത് ഞാൻ ഒരു വാട്ടർ കളർ ചെയ്തപ്പം വല്ലാതെ ഇങ്ങനെ സ്പ്രെഡായി ഒരു ഭംഗിയില്ലാത്ത പോലെയായി. പിന്നെ ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അതും ബ്ലാക്ക് ഉപയോഗിക്കരുത് എന്നാ പറഞ്ഞത്. ഞാൻ ബ്ലാക്ക് എല്ലാം ചെയ്തുകൊണ്ട് അതും എത്ര പോരാന്ന് എനിക്കെന്നെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഇതിൽ എനിക്കൊരു സന്തോഷം തോന്നി. ഇത് കുറച്ചൊരു ചെയ്യാൻ പറ്റിയ പോലെ തോന്നുന്നുണ്ട് എനിക്ക്. അല്ലാണ്ട് വാട്ടർ കളർ അത്ര പോരാ. ഇപ്പൊ എന്റെ ഫ്രണ്ടും കാര്യമൊക്കെ പറഞ്ഞു തരാറുണ്ട്. ഇങ്ങനെ ക്യാമ്പിന് പോകുമ്പോൾ കുറച്ച് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ക്യാമ്പ്, ഞങ്ങൾ മാത്രം കുറച്ച് സുഹൃത്തുക്കൾ 5-10 ആള് ഒരു ഔട്ട്ഡോർ പോലെ ഒരു കടൽക്കരയിലോ എവിടെയെങ്കിലും പോയി ഇരുന്നിട്ട് അവരിങ്ങനെ ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ പഠിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ഫ്രണ്ട് വരച്ചതാണ് ഈ ഒരു പിക്ചർ അങ്ങനെ പറഞ്ഞിട്ട് ചെയ്തത്. ബാക്കിയെല്ലാം ഞാൻ വരച്ചിരുന്നു സിസ്റ്റർ. ആക്രിലിക്, ഇതെല്ലാം മ്യൂറൽ, ഇതൊക്കെ ഞാൻ വരച്ചത് തന്നെയാണ്. ഇവിടെ വാട്ടർ കളർ കോഴ്സ് ഒന്ന് ബേസിക്സ് മുതൽ ഒന്ന് അറ്റൻഡ് ചെയ്തോളൂ ടൈം കിട്ടുന്ന സമയത്ത്. അത് ബേസിക് നോക്കാം. വാഷസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ്. ബേസിക്സ് ഒരു വട്ടം കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ കുറെ കൂടി ബെറ്റർ ആവും വാഷസ് എല്ലാം. ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ, മ്യൂറലിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ തന്നെ ഒരു പിക്ചർ ഒരു പേപ്പറിൽ വരച്ചിട്ട് ഇങ്ങനെ ചെയ്തു നോക്കിയതാ. ഇത് നന്നായിട്ട്. റെഫറൻസ് പിക്ചർ ഒന്നല്ല, വെറുതെ ഞാൻ ഇതുപോലെ ചെയ്ത് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. അതുപോലെ തന്നെ എനിക്കാണ് പറ്റുന്നത്. ഏത് വർഷത്ത് ചെയ്തതെല്ലാം? ഇതിപ്പം 1 വർഷം കഴിഞ്ഞതേ. ഇപ്പൊ ഇതിൽ ചേർന്ന ശേഷമാണല്ലോ ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് കൂടുതൽ കിട്ടിയേ. ആകും പിന്നെ വിടണ്ട എന്ന് തോന്നിയത്. അപ്പാണ് ഞാൻ ഇങ്ങനെ ചെയ്തു തുടങ്ങിയത്. ഞാൻ ഫേസ്ബുക്കിലെ മാമിന്റെ ചിത്രങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെ, ഒരു മിനിറ്റ്. ഓക്കെ. ഇതെന്റെ മകന്റെ കുട്ടിയാ. ഇതിപ്പോ കുറച്ച് മുമ്പ് ചെയ്താ, ഞാൻ പറഞ്ഞില്ല, മറ്റേ ബൈജു പറഞ്ഞ ശേഷം ഞാൻ ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കി. അത് ഗ്രിഡ് ഇട്ട് ചെയ്ത സർ. ഇത് ഞാൻ ഒരു ഗിഫ്റ്റ് കൊടുത്തതാണ്. ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ എങ്ങനെ ഫീൽ ചെയ്തു മാസ്റ്റർ പീസ് ആർട്ട് വർക്ക്? അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ അറിഞ്ഞേയില്ല ഇങ്ങനെ എനിക്ക് പറ്റുന്നുള്ളത്. പെൻസിൽ ഡ്രോയിങ് ഇങ്ങനെ ഇത്രയും ഇതായിട്ട് ചെയ്യാൻ പറ്റും. അതും 10B മാത്രം. അന്ന് കൊണ്ടുവന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു ഇത് ചാർക്കോൾ ഉപയോഗിച്ചിട്ടില്ലേ, ഗ്രാഫൈറ്റ് പെൻസിൽ മാത്രമാണോ? ഞാൻ പറഞ്ഞു അതെ, സാറ് പറഞ്ഞ ആ മോഡൽ എനിക്ക് മനസ്സിലായേ. ഇതെല്ലാം ഉപയോഗം വന്നത് ലെയർ ബൈ ലെയർ ചെയ്യണം, ഡാർക്ക് ആക്കണം. അതൊക്കെയാണ് ഞാൻ എൻ്റെ മക്കളോട് കുട്ടികളോട് പഠിപ്പിച്ചു കൊടുക്കുന്നത്. കാരണം ലെയർ ബൈ ലെയർ ആണ് ഇതിനൊരു ഗുണം എന്നുള്ളത് ഏറ്റവും മനസ്സിലായത് അതുകൊണ്ടാണ്. അപ്പൊ ഇതില്ലേ ഷെയ്ഡിങ് മെത്തേഡ് ഉണ്ടല്ലോ, അതിലാണ് എനിക്ക് ആ ഒരു ട്രിക്ക് മനസ്സിലായത്. അല്ലെങ്കിൽ ഇതൊന്നും മനസ്സിലാവില്ല. സത്യത്തിൽ നമുക്ക് അറിയെങ്കിലും കുറച്ച്, അല്ല അറിയുന്നല്ല, കുറച്ച് വരക്കുമെങ്കിലും ഇങ്ങനത്തെ കുറെ ടെക്നിക്കെല്ലാം മനസ്സിലാവുന്ന
അതുകൊണ്ടാ. അപ്പം നമ്മൾ വിചാരിക്കും അതെങ്ങനെയാ ഡാർക്കായി എന്നൊന്നും അറിയില്ലല്ലോ. അപ്പൊ അതെല്ലാം നല്ലൊരു ഉപകാരമായി. ആ വീഡിയോ കണ്ടുകൊണ്ട് തന്നെയാണ് എനിക്കിത് നന്നായിട്ട് ചെയ്യാൻ പറ്റിയത്. നന്നായിട്ടുണ്ട്. പിന്നെ അടുത്ത ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ കുറെ കൂടി സ്ലോ ആയിട്ട് ചെയ്യുക, സ്പീഡായിട്ട് ചെയ്യേണ്ട, സ്ലോ ആയിട്ട് ചെയ്യുക, റഫറൻസ് മാക്സിമം നോക്കുക. ഇനി നമുക്ക് ഒരുവിധം ടെക്നിക്സ് എല്ലാം നമുക്ക് കുറെ പ്രാക്ടീസ് കിട്ടിയിട്ടുണ്ടാവും. ഇനി അത് ഇംപ്ലിമെന്റ് ചെയ്യുക, പതിയെ ചെയ്ത് കഴിയുമ്പോൾ ബെറ്റർ റിസൾട്ട് കിട്ടും. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്തായാലും കണ്ടിന്യൂ ചെയ്യാം. ഇപ്പൊ നമുക്ക് പഠിപ്പിക്കാൻ കുറെ സ്റ്റുഡൻസ് ഉണ്ടല്ലോ, അപ്പൊ നമ്മൾ പഠിക്കുന്നതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് കുറെ പഠിക്കാനായിട്ട് തോന്നും. നമ്മുടെ ലെസൺസ് എന്തെങ്കിലും പെൻഡിങ് ആയിട്ടുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അറ്റൻഡ് ചെയ്യുക. ഈ പറഞ്ഞ വാട്ടർ കളറിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ വാട്ടർ കളറിന്റെ ബേസിക്സ് മുതലുള്ള ലെസൺസ് നമ്മുടെ കോഴ്സിന്റെ അകത്തുണ്ട്, അത് പഠിക്കുക. പിന്നെ നമുക്ക് നെക്സ്റ്റ്, പിന്നെ കോഴ്സിന്റെ ഒപ്പം തന്നെ മുന്നോട്ട് പോകാം. നമുക്ക് നെക്സ്റ്റ് ഡ്രോയിങ് മാസ്റ്റർ മാരത്തോൺ ഒക്കെ വരുന്നുണ്ട്. അതിലൊക്കെ ഞാനും കുറെ കൂടി എഫേർട്ട് എടുക്കാൻ പ്ലാൻ ഉണ്ട്. കാരണം ലാസ്റ്റ് ടൈം ഞാൻ ചെയ്ത സമയത്ത് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ റിസൾട്ട് സ്റ്റുഡൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞു കൊടുത്ത് നല്ല സപ്പോർട്ട് ആയിരിക്കും. ഞാൻ ഇത്തവണ അതിനേക്കാളും എൻ്റെ സൈഡിൽ നിന്ന് അതിനേക്കാളും ബെറ്റർ ആക്കണം എന്നാണ്, അതിനേക്കാളും ഗ്രാൻഡ് ആക്കണം എന്നാണ് പ്ലാൻ ചെയ്യുന്നത്. സോ നമുക്കത് എന്തായാലും തീർച്ചയായിട്ടും ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഞാൻ മൈൻഡ് അപ്പ് ചെയ്തോട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. നല്ല ചിത്രങ്ങൾ ഇനിയും വരയ്ക്കാൻ സാധിക്കട്ടെ. ലൈഫിൽ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ.